പിണറായിയുടെ ഭരണകാലത്തെ ഒരു കാർട്ടൂണാണ്. നവകേരള നിർമ്മാണം എന്നാണ് കാർട്ടൂണിൻ്റെ ടൈറ്റിൽ. പ്രളയം കവളപ്പാറക്കാർക്ക് ഒരു ആശ്വാസവും ഇത് കിട്ടിയില്ല. അപ്പോൾ ഈ നവകേരളം ഉണ്ടാക്കുന്ന ആളുകൾ മറ്റേ അഴിമതിക്കാരും സ്വകാര്യ മുതലാളിമാരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. ഈ കവളപ്പാറക്കാർ ഒരു കോരനായിട്ട് അതിൻ്റെ മുന്നിൽ ഒന്നും മനസ്സിലാകാതെ അതെങ്കിലും എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മറത്തും കഥയെന്ത് കണ്ടു എന്ന് പറഞ്ഞ കണക്ക് പാവപ്പെട്ട ആ കോരനിങ്ങനെ നിൽക്കുകയാണ് കവളപ്പാറയിലെ പാവപ്പെട്ടവർ. ഇവരിങ്ങനെ നവകേരളം ആന ചേന എന്നൊക്കെ പറഞ്ഞ് പുതിയ കോമള പദങ്ങൾ കൊണ്ട് ഓരോ പദ്ധതി ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം കിട്ടിയോ? ഈ മറ്റേ വയനാട് ദുരന്തബാധിതർക്ക് പോലും 2 വർഷം കഴിഞ്ഞിട്ടാണ് കെട്ടിടം പണിയാനെങ്കിലും തുടങ്ങിയത്. എന്നിട്ട് അവർക്ക് ഇപ്പോഴും താമസിക്കാൻ പറ്റിയിട്ടില്ല വീട്ടിൽ കയറിയിട്ട്. അവർക്ക് താക്കോൽ ദാനം എന്നും പറഞ്ഞൊരു മാമാങ്കം കുറേ ലക്ഷങ്ങൾ മുടക്കി ഇലക്ഷന് മുമ്പ് ഒരു മാമാങ്കം നടത്തിയെന്നുള്ളതെ അവർക്ക് ഇതുവരെ താക്കോൽ കൊടുത്ത് അവിടെ കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല. പണി തീർന്ന വീടുകളിൽ തന്നെ ചോർച്ചയാണ്. അതിൻ്റെയൊക്കെ മേളിൽ രണ്ടാമത് കോൺക്രീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ നവകേരളം എന്നും പറഞ്ഞ് ഇപ്പം ഉണ്ടാക്കിയത്. നവകേരള ബസ്സിൻ്റെ, നവകേരള സഭയുടെ, നവകേരള സദസ്സിൻ്റെയൊക്കെ കാര്യം നമ്മൾ പത്രദ്വാര അറിഞ്ഞതാണ്. അപ്പോൾ അതാണ് അങ്ങനെയാണ് ഇവർ നവകേരളം പണിയുന്നത്. നവകേരളം പണിയിട്ട് ഇപ്പോൾ ഭയങ്കര നവമാണല്ലോ, നമുക്കറിയാമല്ലോ. PSCയിലൊക്കെ നടക്കുന്ന അഴിമതികളെപ്പറ്റി നമ്മൾ എന്നും കേൾക്കുന്നതാണല്ലോ. ഈ നവകേരളത്തിൽ നടക്കുന്നതാണ് ഇതൊക്കെ. മറ്റേ യോഗ്യതയുള്ളവരെല്ലാവരും പുറത്തും പാർട്ടിക്കാരും പൈസയുള്ളവരും ഒക്കെ അകത്തും. അതാണ് നവകേരളത്തിലെ PSCയുടെയൊക്കെ അവസ്ഥ. അത് കണക്ക് എല്ലാ സ്ഥാപനങ്ങളും ഓരോരോ ഇപ്പോൾ ആരോഗ്യരംഗത്തെ അവസ്ഥ എന്തുമായിരുന്നു നവകേരളത്തിൽ. പഴയൊരു സിനിമ പാട്ടുണ്ട്, പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചം വന്നിരുന്നു എന്ന് പറഞ്ഞ കണക്ക് പണിഞ്ഞിട്ടും നവകേരളത്തിൻ്റെ പണി അങ്ങോട്ട് എത്തുന്നില്ല, എങ്ങോട്ടും എത്തുന്നില്ല. എന്നിട്ട് നവകേരളം പണി ഇട്ടിട്ട് പോയി. ഇനിയാണ് ശരിക്കും നവകേരളം വരാൻ പോകുന്നത്. നവകേരളം പണിയണമെങ്കിൽ ഇവിടെ പുതിയ വ്യവസായ സ്ഥാപനങ്ങളും ജനങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാകണം. ഇതിപ്പോൾ കണ്ടില്ലേ, വിഴിഞ്ഞത്ത് പുതിയൊരു കമ്പനി ഓഹരി വിൽക്കുന്നെന്ന് പറഞ്ഞിട്ട്, കമ്പനി ഡെവലപ്മെൻറ്റ് ആയിട്ട് ഓഹരി വിൽക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ വരെ സമരമാണ്. നവകേരളം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സ്ഥാപനമെങ്കിലും ആളുകൾ മനസ്സിൽ വിചാരിക്കത്തില്ലേ? ഇത് അതിനു പോലും പാര വെച്ച് ഉള്ള സ്ഥാപനങ്ങൾ മൊത്തം നഷ്ടത്തിൽ പോയി അടച്ചുപൂട്ടി പുതിയതൊന്നും കൊണ്ടുവരാൻ സമ്മതിക്കാത്ത ഒരു നവകേരളമാണ് ഇവരുടെ സ്വപ്നത്തിൽ. എന്തോന്ന് നവകേരളമാണോ ആർക്കറിയാം. ഇവരുടെ ശരിക്കുള്ള നവകേരളം ഇതായിരുന്നു. അഴിമതിയും കടവും കടം മേടിച്ച് കൂട്ടി ഉള്ള അഴിമതിയായിരുന്നു. ഈ നവകേരളമായിരിക്കും ഇവരുദ്ദേശിച്ചത്.